എൻ്റെ പേര് ലിങ്കൺ ആൻ്റണി, ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ആദ്യമേ തന്നെ കൃപാസന മാതാവിനോടും തിരുക്കുമാരനോടും അകമൊഴിഞ്ഞ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങളുടെ നന്ദി പറയുക എന്നുള്ളൊരു ചടങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ഇതിന് വന്നിരിക്കുന്നത്. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് കേൾക്കുന്നത് 2015-2016 കാലഘട്ടത്താണ്. 16 കാലഘട്ടത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉടമ്പടി, ഒരു നിർബന്ധിത ഒരു പ്രയർ അല്ലെങ്കിൽ ഒരു സമയനിശ്ചിതമായ ഈ സമയത്തിന് ചെല്ലാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടില്ല എന്നുള്ളൊരു തോന്നലും ധാരണയൊക്കെയായിരുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്നതൊക്കെ. അന്നത്തെ ആ ഒരു രൂപരേഖ എനിക്കായിരുന്നു. പിന്നീട് അമ്മച്ചും ചേച്ചിയും അവരുടെ കൂടെ ഞാൻ വന്നിരുന്നെങ്കിലും ഞാൻ പ്രയറിനൊന്നും പങ്കെടുത്തിരുന്നില്ല. അവർ പ്രയറിന് പങ്കെടുത്ത് ഒരു ധ്യാനമൊക്കെ കൂടി അവർ ഉടമ്പടിയൊക്കെ എടുത്തിരുന്നു. പിന്നീട് അവർ പ്രയറും കാര്യങ്ങളും എത്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടും. അല്ലാതെ ഒരു താല്പര്യത്തോടു കൂടി ഞാനിതിൽ പ്രയറിൽ എത്തിച്ചിരുന്നില്ല. പിന്നീട് കൊറോണ കാലഘട്ടത്താണ് അമ്മച്ചിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം അമ്മച്ചിക്ക് ആ ഒരു ആൻജിയോപ്ലാസ്റ്റിയുടെ ഭാഗമായിട്ട് അമ്മച്ചി യാത്രകൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതുക്കേണ്ട ഒരു കടമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമ്മച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഉടമ്പടി പത്രമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാറുമാർ എന്നോട് പറഞ്ഞു അമ്മച്ചിക്ക് നേരിട്ട് ഉടമ്പടി എടുത്ത വ്യക്തി നേരിട്ടൊന്ന് പുതുക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ കൈമാറി ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിത് എടുക്കണോ? കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സീരിയസ് ആയിട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ക്ലാസ് കൂടിയപ്പോഴാണ് എനിക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള ഒരു ശരിയായ ധാരണ എനിക്ക് ലഭിച്ചത്. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നതും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ക്ലാസ്സിലൂടെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. പിന്നീട് ഞാൻ ഉടമ്പടി ഏറ്റെടുത്ത് 2022 മാർച്ച് മാസമാണ് 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം തുടക്കകാലത്ത് നമ്മുടെ ഒരു സീരിയസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ലക്ഷ്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. കാരണം ചില ദിവസങ്ങൾ കുർബാനയ്ക്ക് സംബന്ധിക്കാനോ അല്ലെങ്കിൽ പ്രയറിൽ പങ്കെടുക്കാനോ ഒക്കെ എടുക്കാതെ കുടുംബപ്രായത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുമ്പസാരിച്ചുകൊണ്ട് നമ്മളത് പിന്നീട് ഉടമ്പടികൾ പുതുക്കിയിരുന്നു. പിന്നെ എൻ്റെ ഒരു വ്യക്തി ലൈഫ് പറയുകയാണെങ്കിൽ 2012 വരെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഫാദറിന് അതിൻ്റെ ഇടയിൽ ക്യാൻസർ വന്നുകൊണ്ട് ജോലി സംബന്ധമായി ഞാൻ രാജിവെച്ച് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ഒതുങ്ങി കൂടുകയായിരുന്നു. കാരണം നാട്ടിൽ പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനി ടൈം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു ജോലിക്ക് കയറാൻ ലീവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ കണ്ടെത്തിയിരുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, സ്കൂൾ കോളേജിലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പിന്നെ എന്ന് വേണ്ട പല പല പ്രൊമോഷൻ വർക്കുകൾ, എന്ന് വേണ്ട പല പല ബിസിനസ്സുകൾ നമ്മൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ലോങ് ടൈമിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഷോർട്ട് ടൈമിൽ തന്നെ വളരെ സക്സസ്ഫുള്ളായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ നിന്ന് പോകും. പല പല കാരണങ്ങൾ കൊണ്ട് കട്ട് ആൻഡ് ഷോർട്ട് എന്ന രീതിയിൽ ആ ബിസിനസ് തുടങ്ങിയിരുന്ന ബിസിനസ്സിലെല്ലാം നിന്ന് പോയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു ബിസിനസ് തുടങ്ങി എനിക്ക് അധികം സമയം വേണ്ട അടുത്തൊരു തുടങ്ങാനായിട്ട്. കാരണം അത് എനിക്ക് തമ്പുരാൻ മുൻപേ തന്നെ എനിക്കൊരു അനുഗ്രഹമാണ്. തുടർച്ചയായിട്ട് നമുക്കൊരു തളർച്ച എനിക്ക് തന്നിരുന്നില്ല. എപ്പോഴായാലും നമ്മൾ പണ്ട് സംഘടന ബേസിലൊക്കെ ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്ത് KCYM അങ്ങനെ സംഘടനകളൊക്കെ ആയിട്ട് നല്ല പള്ളിയുമായി ബന്ധങ്ങളുള്ളതുകൊണ്ട് പ്രയർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു പ്രയറിലേക്ക് നമ്മളങ്ങനെ വന്നിരുന്നില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രയറും പിള്ളേരുകളെ ധ്യാനത്തിന് വിടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പോയിരുന്നതൊക്കെ. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് പോകുന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തളർച്ച, ഒരു ബിസിനസ് തകർന്നു പോയി നമുക്കതിൽ തളർച്ച വീണ്ടും അടുത്ത് തുടങ്ങാൻ വേണ്ടി നമുക്കതിന് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല. ഐഡിയകൾ നമുക്ക് തന്നുമായിരുന്നു, അതിനനുസരിച്ച് സാഹചര്യങ്ങളും തരുമായിരുന്നു. പക്ഷേ അത് ഫലപ്രാപ്തിയായിട്ട് ലോങ് ടൈമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. അതാണ് നമുക്കുണ്ടായിരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഉടമ്പടി ഏറ്റെടുത്തതിന് ശേഷം വളരെ ഒരു വർഷത്തോളം നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം, പിന്നെ ആടിൻ്റെ ഫാമുകൾ, കൊറോണ കാലഘട്ടത്തിൽ ഒരു ആടിൻ്റെ ഒരു ഫാം തുടങ്ങാൻ ലോണൊക്കെ എടുത്തിരുന്നു. അതിന് മുന്നോടിയായിട്ട് വലിയൊരു ലോണ് നമ്മൾ എടുത്തിരുന്നു. ഒരു പച്ചക്കറിയുടെ ഒരു മാർക്കറ്റിംഗ് തുടങ്ങാനൊക്കെ എടുത്തിരുന്നു. പക്ഷേ വെള്ളപ്പൊക്കം മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഈ ലോണുകളൊന്നും നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വീട് ജപ്തി ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ
കഴിഞ്ഞ വർഷം ആ ജപ്തിയുടെ ഒരു കാലാവധിയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കുക, എല്ലാം നടക്കും, ശരിയായി ഭംഗിയായി നടക്കും, ഒന്നും കൈവിട്ട് പോകുന്ന അവസരം കാണുന്നില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞത്. ആ ഒരു വിശ്വാസം എന്നിൽ എനിക്കത് വളരെ ഊർജ്ജവുമാണ് എത്തിയിരുന്നത്. പിന്നീട് ആ ഒരു ജപ്തി നടക്കുന്ന ആ ഡേറ്റുകളാകുമ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇതുവരെ താമസിച്ചിരുന്ന വീട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് നടക്കില്ല, കാരണം ഇത് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാതാവ് എത്തിച്ചു തരും എന്നുള്ള വിശ്വാസമായിരുന്നു. പരീക്ഷണങ്ങൾ കണ്ടമാനായിരുന്നു. ഓരോ ഘട്ടത്തിലും നമുക്ക് ഒരു വക്കീലിനെ ഏർപ്പെടുത്തി നമ്മൾ വക്കീൽ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വക്കീലിനെ വിളിച്ചിട്ട് ഫോൺ എൻ്റേത് എടുക്കുന്നില്ല. 3 ദിവസം ആ വക്കീലിനെ നമ്മൾ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വക്കീലിൻ്റെ ഫോൺ എടുക്കുന്നില്ല, ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആവും, കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ജപ്തി ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായപ്പോഴും ഈ പതിവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തന്ന ഒരു വക്കീലിൻ്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് എടുത്ത് അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച്, അദ്ദേഹം എനിക്ക് എറണാകുളം ഹൈക്കോടതിയിലെ വേറൊരു വക്കീലിൻ്റെ നമ്പർ തന്ന് അദ്ദേഹത്തിനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇന്ന വക്കീലിനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, വക്കീലിനെ 3 ദിവസമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, നാളെ 10 മണിക്കാണ് ലേലത്തിൻ്റെ ആ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അതിക്ക് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു. 10 പൈസ കൊടുക്കാതെ തന്നെ ആ വക്കീൽ പറഞ്ഞു, എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇമെയിൽ അയച്ചതായോ, ശ്രമിച്ചു നോക്കാം, നടക്കില്ല എന്ന് എനിക്കറിയത്തില്ല, ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ഒരു 9 അന്ന് ജപ്തി നടക്കുന്നതിൻ്റെ ആ ദിവസം 9 വക്കീൽ എന്നെ വീണ്ടും വിളിച്ചു, ലിങ്കൻ അലർട്ടായിരിക്കണം, ഏത് സമയം ഇമെയിൽ വരാം, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, 10 മണിക്ക് മുൻപ് കിട്ടുകയാണെങ്കിൽ നിനക്കത് ഉപയോഗത്തിൽ കൊള്ളുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കൃത്യം ഒരു 5 മിനിറ്റ് മുൻപ്, ഒരു 10 മണിക്ക് ഒരു 9:55 ആയപ്പോൾ എനിക്ക് ഇമെയിൽ വരികയും ആ ഇമെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ ജപ്തി എനിക്കത് മാറി കിട്ടി. കാരണം ശരിക്കും കേസ് ഫയൽ ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നു, കേസിന് കോടതിയിലേക്കോ ജഡ്ജിയുടെ അടുത്തേക്കോ പേപ്പർ എത്തിച്ചിരുന്നില്ല. പക്ഷേ ആ ഫയൽ ചെയ്തതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എനിക്കൊരു അഡംപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതാണ് എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ സാർ പറഞ്ഞു, ഇത് ജഡ്ജിൻ്റെ പേപ്പറിൽ എത്തിയിട്ടില്ല, പക്ഷെ നിലവിൽ ഒരു നമ്പർ നിനക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലേലത്തിന് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നടപടികൾ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറഞ്ഞതൊക്കെ. പിന്നീട് നമുക്ക് കുറച്ച് സാവകാശങ്ങളെല്ലാം കിട്ടിയിരുന്നു. ഇതിനിടയിൽ എനിക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി എനിക്ക് ലഭിച്ചു. കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടി എനിക്കൊരു ഫിനാൻസ് കമ്പനിയിൽ നമ്മുടെ സുഹൃത്ത് വഴിയായിട്ടന്നെ ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഇടപഴകി ചെയ്യാവുന്ന ഒരു ജോലി ലഭിച്ചു. അത് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചാലക്കുടി ഭാഗത്ത് തന്നെയാണ് എനിക്ക് ലഭിച്ച്, വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യാതൊരു കുഴപ്പമില്ല. ഇതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ 39 വർഷമായിട്ട് എനിക്ക് വിവാഹം എന്നൊരു കൂതാശ ചെയ്യുവാനുള്ള ഒരു മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ എനിക്കുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, സ്ഥിരമായിട്ടൊരു ജോലി എനിക്ക് എൻ്റെ ബന്ധുക്കളായാലും ഒരു പ്രപ്പോസൽ കൊണ്ട് ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ഇന്ന ജോലിയാണ് ചെയ്യുക എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എൻ്റെ വീട്ടുകാർക്കോ എനിക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ പല പൈസകൾ ഇറങ്ങുന്നുണ്ട്, ആ ബിസിനസ് പൈസ പോകുന്നുണ്ട്, അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതും പോകുന്നു. ഇങ്ങനെയൊക്കെ രീതിയിൽ സ്ഥിരമായിട്ടൊരു വരുമാന മാർഗ്ഗം നമുക്ക് വരുന്ന പെൺകുട്ടിക്ക് സ്ഥിരമായിട്ടൊരു വരുമാന മാർഗ്ഗം കാണിക്കുവാനുള്ള ഒരു സ്ഥിരത എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ ഒരു പെൺകുട്ടീനും ഞാൻ കാര്യമായിട്ട് കാണാനും ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ട് കാണാൻ പോയൊരു പെൺകുട്ടിയാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതിയാണ്, ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇദ്ദേഹം കലൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണോ, ജോലിയില്ലാത്ത എനിക്കൊരു ബാങ്കിലൊരു ജോലിക്കാരിയാണ് എനിക്ക് കർത്താവ് തന്നത്. കാരണം ജീവിതത്തിൽ പല അവസ്ഥകളും നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ആ കൃത്യസമയത്ത് തമ്പുരാൻ എനിക്ക് ഏർപ്പെടുത്തി വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു, 40-ാമത്തെ വയസ്സിന് മുൻപെങ്കിലും എൻ്റെ കല്യാണം നടക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. കാരണം വെച്ചാൽ ഏതൊരു വീട്ടിൽ പെൺകുട്ടിയുടെ ചിലപ്പോൾ 40 വയസ്സായ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു നെറ്റിത്തുളിക്കുകയോ അല്ലെങ്കിൽ വേറെ കാറ്റഗറിയിലേക്ക് എത്തിപ്പെടുന്നൊരു സിസ്റ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 39 വയസ്സിൽ തന്നെ എനിക്കത് നടത്തി തരികയും 40 വയസ്സിന് മുൻപായിട്ട് തന്നെ കല്യാണത്തിൻ്റെ ആ ചടങ്ങുകളെല്ലാം കഴിക്കുവാനും ദേവമാതാവ് തിരുക്കുമാരനെല്ലാം കൂടി എനിക്ക് സാഹചര്യം ഒരുക്കി തന്നിരുന്നു.
പിന്നീട് വീട് പണി, എൻ്റെ ചേച്ചിയുടെ വീട് പണി വർഷങ്ങളായിട്ട് 2008 സ്ഥലം വാങ്ങിച്ചിട്ടതാണ്. സാമ്പത്തികം നമുക്കറിയാം, ബാംഗ്ലൂരാണ് സ്ഥലം വാങ്ങിച്ചു. ചേച്ചിയും ചേട്ടനൊക്കെ ഫാമിലിയായിട്ട് ബാംഗ്ലൂർ തന്നെയായിരുന്നു, ഞാനും ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് വീട് നമുക്ക് പണിയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പല വർഷങ്ങളായിട്ട് കൂട്ടിവെച്ച സ്വരൂപിച്ച പൈസ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതിൽ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കൃപാസന മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാനും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ തൽഫലമായിട്ട് ഈ ഓഗസ്റ്റ് മാസം തന്നെ നമുക്ക് അതിൻ്റെ ഇനോഗ്രേഷനും കഴിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേവകുമാരനും മാതാവിനൊക്കെ വളരെയേറെ നന്ദി പറയുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ പല പല അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊരു അനുഗ്രഹമാണ് തൈലം ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് വളരെ ശാശ്വതമായിട്ട് ലഭിച്ചൊരു കാര്യമാണ്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പക്ഷേ എന്ത് ചെയ്താൽ വിസയോ മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നില്ല. മെഡിക്കലിന് വരെ പ്രോബ്ലംസ് ആണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ യാതൊരു പ്രോബ്ലംസ് ഇല്ല. പഠിക്കുന്ന റിസൾട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് കഴിയേണ്ട ആ പ്രോസസ്സ് ഏകദേശം 1.5 മാസം എടുത്തിട്ടാണ് അതിലേക്ക് എത്തുന്നതൊക്കെ, ഇൻ്റർവ്യൂ ആ ലൈനിലേക്ക് എത്തുന്നതൊക്കെ. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ആ നീക്കുപോക്ക് നടത്തി. അദ്ദേഹം ഇന്നിപ്പോൾ നല്ലൊരു നിലയിൽ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ജപ്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടികളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ ഇത്ര നാളും ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളൊരു പേടി ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ ഉപ്പും തേനും ഉപയോഗിച്ചുകൊണ്ടൊക്കെ വീടിന് ചുറ്റും വെള്ളം തെളിച്ച് പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പേടിയിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിച്ചിരുന്നു. കാരണം എന്ത് നേരിടാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നാം പെട്ടെന്ന് തളർന്നു പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം തളർന്നു പോയാലും നമ്മൾ പുറമെ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അത് ഒരു എന്താ പറയുക, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൃപാസന മാതാവിനോട് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ നമുക്ക് ആ ഒരു പേടിനെ കുറിച്ചോ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. എല്ലാം മാതാവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബോധ്യം ഞാൻ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം പല വ്യക്തികളെയും കൃപാസന മാതാവിൻ്റെ ഈ തിരുമണ്ണിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനും അവരെ ക്രിസ്തീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശരണരായിരിക്കുന്ന മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്കത് പ്രവർത്തിക്കാനും അവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ വസ്ത്രങ്ങളായോ ഭക്ഷണമായോ ഒക്കെ നമുക്ക് സഹായിക്കങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കുറച്ച് നാളുകളായിട്ട് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് നൽകി വന്നിരുന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴകൾ. വീണ്ടും ഒരു റിക്വസ്റ്റൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് തന്നെ. കാരണം നമ്മുടെ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ലൊരു ശോഭനമായ ഒരു വിവാഹ ജീവിതം സന്തോഷത്തോടും പ്രാർത്ഥനയിലൊക്കെ ജീവിച്ചു പോകുകയും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃക ദമ്പതികളായിട്ട് മാറുവാനുള്ള അനുഗ്രഹവും കൃപാസന മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ ശ്രവിക്കുന്ന നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ലളിതാ ഗോപി തൊടുപുഴയിൽ നിന്നും വരുന്നു. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ 6 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ താമസിക്കുന്ന വീട് വിറ്റ് വേറൊരു വീട് വാങ്ങണമെന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ ഒരു 12 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും 16 പേരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അതിൽ പുതിയ ഉടമ്പടി എടുക്കേണ്ടവരും ഉടമ്പടി ഇതിനു മുൻപ് എടുത്തിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ എനിക്ക് അവിടുന്ന് ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം എൻ്റെ വീട് നോക്കാൻ ആൾ വരികയും വീട് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകുകയും ചെയ്തു. ഞാൻ തിരിച്ചു പോയി 3 മാസം ആയപ്പോഴേക്കും ഈ വീട് വിൽക്കാൻ വന്ന ആൾക്ക് ലോൺ എടുക്കാനുള്ള തടസ്സങ്ങളൊക്കെ നേരിടുകയും ഇത് നീണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് 3 മാസമായപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയായി. എനിക്ക് വീട് വാങ്ങാനുള്ള ആൾക്ക് എഗ്രിമെൻ്റ് വെക്കാനുള്ള എഗ്രിമെൻ്റ് വെച്ചു.
അങ്ങനെ എൻ്റെ വീട് ഏപ്രിൽ മാസത്തിൽ വിറ്റ് ഏപ്രിൽ മാസത്തിൽ തന്നെ വീട് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വാടക വീട്, എനിക്ക് വീട് നോക്കിയിട്ട് കിട്ടിയില്ല. ഞാനൊരു വാടക വീട്ടിലോട്ട് താമസം മാറി. അവിടെ എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്ന ആളല്ല. എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയതാണ്. ഞാൻ വാടക വീട്ടിലേക്ക് മാറിയ ശേഷം അവിടെ ഒറ്റയ്ക്കായി പോയി. 2 മാസത്തോളം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തും മോളുടെ അടുത്തും ഒക്കെ ആയിട്ട് മാറി നിന്നു. ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിയുമ്പം മാതാവിനോട് പറഞ്ഞു, എനിക്കിനി എവിടെയാണ് ഒരു സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരിടം തരുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് എന്നെ സഹായിക്കുന്നത്? മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞ് പരാതികൾ പറഞ്ഞു. മാതാവ്, ഒരു ജോലിയില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം കോഴിക്കോടുള്ള ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. എടി, നീ വീട് വിറ്റിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, എൻ്റെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ ഫ്രണ്ട് ഡേ കെയർ നടത്തുവാണ്, നീ എൻ്റെ കൂടത്ത് വാ, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി നിനക്ക് തരാം, നീ ഒറ്റയ്ക്ക് അവിടെ കഴിയണ്ട, നീ എൻ്റെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഒറ്റയ്ക്ക് ഇവിടെ കഴിയണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഒരു 3 മാസമായപ്പം എൻ്റെ വാടക വീടിന് വിൽക്കാനുള്ള ഇത് വന്നു. വാടക വീട് വിൽക്കുകയാണ്, എനിക്ക് വീട് ഒഴിവായി തരണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ, ഈ വീട്ടിൽപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വളരെയധികം വിഷമിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാനിത് എങ്ങോട്ടാണ് ഇതെല്ലാം മാറേണ്ടത്? എനിക്കിനി ഒരു വീട് ഉണ്ടാകില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അത് അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും വീട് തപ്പാനായിട്ട് ഞാൻ വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, എടി, ഇന്ന സ്ഥലത്ത് ഒരു വാടക വീടുണ്ട്, നീ പോയി നോക്കെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി നോക്കിയപ്പം വാടകയ്ക്ക് ചെന്നപ്പം എൻ്റെ സഹോദരൻ പറഞ്ഞു, പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒത്തിരി പണികളൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, എന്നും ഈ വാടകയായിട്ട് നടക്കണ്ട, നീ ആ വീട് വാങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വിറ്റ പൈസ ബാങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീട് വാങ്ങിക്കാൻ ചെന്നിട്ട് പൈസ പറഞ്ഞത് കൂടുതലായിപ്പോയി. ഉടനെ ബ്രോക്കറൊക്കെ പറഞ്ഞു എന്നോട് ഓണറുമായിട്ട് സംസാരിക്കുക എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനും എൻ്റെ മോളും കൂടി ഓണറുടെ അടുത്ത് നിന്ന് സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവർ 25 പറഞ്ഞിട്ട് 20 വരെ പറഞ്ഞു, അതിൽ കുറച്ച് തരില്ല എന്ന് പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു, സംസാരിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മോളും ഞാനും ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മോളുടെ ബാഗിൽ നിന്ന് കാശ് രൂപ എടുത്ത്, എൻ്റെ ബാഗിലുണ്ടായിരുന്നു, മോളുടെ പേഴ്സിലെ കാശ് രൂപ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് എൻ്റെ മോളെന്നോട് പറഞ്ഞു, അമ്മേ, ഈ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് അമ്മ ആ ഓണറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ ആ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട്, മാതാവേ, എനിക്ക് 18 രൂപയ്ക്ക് ഈ സ്ഥലം വാങ്ങിത്തരണം, അതിനെ എനിക്ക് പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം 25 മുതൽ പറഞ്ഞയാൾ 18 രൂപയ്ക്ക് എനിക്ക് അവിടെ വെച്ച് ആ വീട് തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ 2000 രൂപ അഡ്വാൻസ് കൊടുത്ത് ഞാൻ ആ വീട് വാങ്ങാനായിട്ട് എടുത്തു. അങ്ങനെ ആ വീട് വാങ്ങി ഞാൻ കോഴിക്കോട്ട് തിരിച്ചു പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് തിരിച്ചു പോകണം, ഈ പേപ്പറുകളെല്ലാം ശരിയാക്കണം, ഈ വീട് എനിക്ക് മാതാവ് തന്നു, ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയാനൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അവളെന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നീ പൊയ്ക്കോ, നിൻ്റെ റിക്കാർഡ്സ് എല്ലാം ശരിയാക്കണ്ടേ, നീ പൊയ്ക്കോ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ആരെങ്കിലും ആക്കിക്കോളാം, നീ പൊക്കോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. ഇന്ന് 4 ദിവസമായി ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, താമസം തുടങ്ങി. എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു. കൂടാതെ എൻ്റെ കണ്ണിന് ഞരമ്പ് ദ്രവിക്കുന്ന ഒരു അസുഖമുണ്ട്. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറിനോട് 3 ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ 2 ഇഞ്ചക്ഷൻ എടുത്തു. 3ാമത്തെ ഇഞ്ചക്ഷന് മുമ്പാണ് ആദ്യം ഞാനിവിടെ വരുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഉടമ്പടിയിൽ എഴുതിയിരുന്നത് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം എനിക്ക് പിന്നെ ചെന്ന് 3ാമത്തെ ഇഞ്ചക്ഷൻ ഡോക്ടറിനോട്
എടുക്കാൻ വരട്ടെ, എടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എൻ്റെ കണ്ണെപ്പോഴും നിറഞ്ഞൊഴുകി വെള്ളം വന്നുകൊണ്ടിരിക്കും. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയി തൈലം പുരട്ടി കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ ആവശ്യമില്ലാതെ കണ്ണീരൊന്നും വരാതെയും എൻ്റെ കണ്ണിന് അന്നുള്ള കാഴ്ച ഇന്നും നിലനിന്ന് പോകുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കണ്ണ് മാറ്റി വെക്കണം എന്നാണ്. പക്ഷേ എൻ്റെ അമ്മ എന്തു ചോദിച്ചാലും, എൻ്റെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഞാൻ എന്തു ചോദിച്ചാലും എനിക്ക് അപ്പം തന്നെ നടത്തി തരുവാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ കാര്യം ഓപ്പറേഷൻ കൂടാതെ എനിക്ക് ഇതിപ്പോൾ നിലവിലുള്ള കാഴ്ച നിലനിർത്തി തരാനാണ് ഞാനിപ്പോൾ അമ്മയോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് അമ്മ നടത്തിത്തരും, യേശുനാഥൻ എനിക്ക് നടത്തിത്തരും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അത് എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 100 നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് മോശ കർത്താവിനോട് പറയുക. ഇവിടെ ലളിത ഗോപി എന്ന് പറയുന്ന ഈ മകൾ, ആ മകളുടെ അനുഭവ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. അതായത് ഒരു വീട് വിൽക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടെ ഈ മകൾ നടക്കുകയായിരുന്നു. വീട് വിറ്റിട്ട് വേണം ഈ മകൾക്ക് മറ്റൊരു വീട് വാങ്ങിക്കുവാൻ. ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വീട് വിൽക്കാൻ തന്നെ ഈ മകൾ ആലോചിച്ചിരുന്നത്. ഒരേ ഒരു മകളേ ഉള്ളൂ, ഒറ്റയ്ക്കാണ് താമസം. അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മകൾക്ക് ആ വീട് വിൽക്കാൻ സാധിക്കുന്നു. വിറ്റതിന് ശേഷം വീണ്ടും ഒരു പുതിയ വീട് വേണം. അങ്ങനെയുള്ള ചിന്തകളുമായി ഈ മകൾ നടക്കുമ്പോൾ ഒരു വാടക വീടാണ് ലഭിക്കുക. വാടക വീട്ടിൽ പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ. അപ്പോഴും അമ്മ മാത്രമേ ഈ മകൾക്ക് ആലംബമായുള്ളൂ, പരിശുദ്ധ അമ്മ. യാതൊരു പരിചയവുമില്ലാത്ത ജനതയുടെ ഇടയിലേക്കാണ് ഇസ്രായേൽ ജനത്തെ, വാഗ്ദാന നാട്ടിലേക്കാണ് ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ സാക്ഷ്യപേടകം ചുമന്നുകൊണ്ട് മോശ നയിക്കുക. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച് അവർക്ക് അവിടെ ചെല്ലുവാൻ വേണ്ടതായ എല്ലാവിധ കരുതലും നൽകിയത് സാക്ഷ്യപേടകമായിരുന്നു. അവരോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മൂലം ഈ മകളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തുടർന്ന് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അമ്മയുടെ സാന്നിധ്യം മൂലം, അമ്മയുടെ കൃപ മൂലം ഈ മകൾക്ക് പറഞ്ഞതിനേക്കാൾ, അതായത് ഈ മകൾ ഓർത്തു വെച്ചുകൊണ്ടിരുന്ന, മനസ്സിൽ ഈ മകളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് തന്നെ ഒരു വീട് ഈ മകൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കുന്നു. അമ്മയുടെ ശക്തമായ സാന്നിധ്യം, ഉടമ്പടി കാശുരൂപവും കൊണ്ടാണ് ഉടമസ്ഥനോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ തന്നെ ഈ മകൾക്ക് ഒരു ഭവനം ലഭിക്കുകയാണ്. അതുപോലെ നാളുകളായി ഉണ്ടായിരുന്ന കണ്ണിൻ്റെ പ്രോബ്ലം, അത് മൂന്നാമതൊരു ഇഞ്ചക്ഷൻ എടുക്കാതെ തന്നെ ഡോക്ടർ പറയുകയാണ് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ വരട്ടെ എന്ന്. അതിന് ഈ മകളെ സഹായിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ്. വിശുദ്ധ തൈലം പൂശിക്കൊണ്ട് ഈ മകൾ വിശ്വാസം പ്രഘോഷിക്കുകയായിരുന്നു. അതായത് ഈ മകൾ ഇവിടെ കൊണ്ടുവന്ന മക്കൾ, ഈ മകൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മൂലം ഇവിടെ വന്ന മക്കൾ നിരവധിയാണ്. ഈ വിശ്വാസത്തിലേക്ക് വരാൻ, ഈ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു തൻ്റെ ജന്മത്തിലൂടെ അഥവാ ജ്ഞാനസ്നാനത്തിലൂടെ തനിക്ക് കിട്ടാത്ത ഒരു വിശ്വാസത്തിലേക്കാണ് ഈ മകൾ കടന്നു വരികയും ഇവിടെ വന്ന് ഈ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ മകളിലൂടെ അനേകം ആളുകൾ ഇവിടെ വരാനിടയായി. ഈ മകളുടെ വിശ്വാസ ജീവിതം, അതായത് അമ്മ മാത്രമേ എനിക്ക് ആലംബമുള്ളൂ എന്നുള്ള രീതിയിലുള്ള വിശ്വാസ ജീവിതമാണ് ഈ മകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പോലും അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള തൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ ഈ മകൾ ഉറച്ചു നിൽക്കുന്നത് വഴി അമ്മയും പരിശുദ്ധ അമ്മയും ലളിത എന്ന ഈ മകളുടെ കൂടെ വസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഈ മകളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.